ജോലി ചെയ്തിട്ട് വരുന്ന സ്ത്രീ, ഇപ്പോൾ എബ്രഹാം മാത്യുവിൻ്റെ ജീവിത പങ്കാളി, അവർ തന്നെ വേണം എബ്രഹാം മാത്യു വീട്ടിൽ ചെല്ലുമ്പോൾ ചായ ഇട്ട് തരാൻ. ചായ കുടിച്ചു കഴിഞ്ഞാൽ പാത്രം പോലും കഴുകി വെക്കില്ലല്ലോ. ഇല്ല. അതാണ് വിജയമാഷ് പറഞ്ഞ, അതാണ് അവിടെ സ്വയംവിമർശനപരമായി കുറ്റബോധത്തോടു കൂടി മാത്രമേ ആ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് തിരക്കിട്ട് ഭക്ഷണം കഴിച്ചിട്ടും ഞാൻ കഴുകി വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ചെറിയ ജോലികൾ പറ്റി ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും അതുകൊണ്ടാണ് ഞാൻ അവിടെ വരുമ്പം ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറുന്നത്. സഖാവ് പാത്രം കഴുകുമ്പോൾ എനിക്കും അത് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അൾത്താര ബാലനായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു കുറേ കാലത്ത്. ബൈബിളിലെയും മറ്റും കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചുമതലയും അതിൻ്റെ ചില മത്സര പരീക്ഷകൾ എഴുതാനും ഞാൻ പോയിരുന്നു. അപ്പം അങ്ങനെ ഒരു ജീവിത കാലഘട്ടം ഉണ്ടായിരുന്നു. ഫ്രാൻസ് മാർപ്പാപ്പയാണ് പറഞ്ഞതെന്ന് വെളിപ്പെടുത്താതെ ഒരാളെടുത്ത് കൊടുത്താൽ ആ ഒരു കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസ്റ്റോ പറഞ്ഞതാണിത് എന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ഫ്രാൻസ് മാർപ്പാപ്പ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ ഈ നിലപാടെല്ലാം എടുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. ഈ യുക്തിവാദിയായ ബേബിയെ അമ്മ എങ്ങനെയാണ് കണ്ടത്? അമ്മ ദൈവവിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ യുക്തിവാദി സമ്മേളനത്തിന് പോകാൻ എനിക്ക് വണ്ടിക്കൂലിയില്ല, പൈസ ഇല്ലല്ലോ. മോനെ നീ അതിന് പോകാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞില്ല. അയലത്ത് വീട്ടിൽ പോയി കടം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ സമ്മേളനത്തിൽ പോകാനുള്ള പൈസ എനിക്ക് തരികയാണ് ചെയ്തത്. നമസ്കാരം. ഈ പരിപാടിയിലേക്ക് എല്ലാ സഹൃദയരായ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ പരിപാടിയിൽ ശ്രീ എം എ ബേബിയെ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു കഥാപാത്രമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലെ ജീവിതമല്ല, ബാല്യ കൗമാര കാലഘട്ടത്തിലെ ഒരു അനുഭവത്തെ മുൻനിർത്തി എഴുതിയ ഒരു കഥയിലെ കഥാപാത്രമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ആ കഥയുടെ പേര് ദൈവം നടന്ന വഴികൾ എന്നാണ്. എനിക്ക് നേരിട്ടറിവുള്ള ശ്രീ ബേബിയുടെ ബാല്യ കൗമാര അനുഭവങ്ങളിൽ നിന്ന് ഒരു സാഹചര്യത്തെ, ഒരു സിറ്റുവേഷനെ ഞാൻ മാറ്റിയെടുത്ത് ഒരു കഥ രൂപമായി വികസിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ കഥ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രാമമായ കുണ്ട്രയിലെ ഒരു പിന്നോക്ക പ്രദേശം, ഒരു കടൽത്തീര പ്രദേശത്താണ്. ആ കടലോര മേഖലയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ആ കഥയിലുണ്ട്. അതിനോടൊപ്പം തന്നെ സ്വന്തം അമ്മയോടൊപ്പം പള്ളിയിൽ പോയിരുന്ന ബാലനായ ബേബിയുമുണ്ട്. ശ്രീ ബേബി 12 വയസ്സുവരെ അമ്മയോടൊപ്പം പള്ളിയിൽ മുടങ്ങാതെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി ഒരു അൾത്താര ബാലനായും കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പറഞ്ഞു കേട്ട അറിവ്. ഇതൊക്കെയാണ് കഥയിലെ വസ്തുതകളായി വന്നതും അതിൻ്റെ ഭാവലോകത്തിലേക്ക് കടന്നു വന്നതുമായിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെ കഥാതന്തു. ശ്രീ ബേബി ആ കഥ വായിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആ കഥ വായിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കഥ വായിച്ചപ്പോൾ താങ്കൾക്ക് താങ്കളുടെ പഴയകാലം ഒരിക്കൽ കൂടി ഓർമ്മ വരികയാണോ ഉണ്ടായത്, അതോ ആ പഴയകാലം മറക്കാൻ ആഗ്രഹിക്കുകയാണോ? വളരെ നന്ദി. ഇത്തരത്തിൽ ദോശ തീർന്നു, ഇനിയും പാത്രത്തിൽ ബാക്കി. പറയാവുന്ന കഥകളെല്ലാം തീർന്നു, ഇനി ഉണ്ടാക്കി പറയണം. പെട്ടെന്നൊരു കഥ അമ്മയുടെ ഉള്ളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് അമ്മ കുട്ടിയെ ജനാല തുറന്ന് ദൂരെയുള്ള കായൽപ്പരപ്പ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ കായൽപ്പരപ്പിൽ കാക്കകൾ വട്ടമിടുന്നുണ്ട്. കാറ്റേറ്റ് വളഞ്ഞുപോയ മണ്ടയില്ലാത്ത തെങ്ങുകളിൽ വന്നിരുന്ന് ക്ഷീണം തീർത്ത ശേഷം കാക്കകൾ വീണ്ടും കായലിന് മുകളിൽ വട്ടമിടുന്നു. വേഗം തീർത്തോ, അല്ലെങ്കിൽ കാക്ക പറന്നു തിന്നും. കുട്ടി കാക്കയെ നോക്കി പോകോ എന്നാദ്യം കാണും. കാക്ക അത് കണ്ടു കാണുകയില്ല. കുറച്ച് വ്യത്യസ്തമായ ഒരു ഘടനയിൽ ഇതുപോലൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ സന്ദർഭമുണ്ടാക്കിയത്, അതിൻ്റെ പിന്നിലുള്ളത്
ഇത്തരം ഒരു കഥ എഴുതി കളയാം എന്ന് സാഹസികമായി ചിന്തിച്ച യുവാവായിട്ടുള്ള എബ്രഹാം മാത്യുവും അതിന് എബ്രഹാം മാത്യുവിനെ പ്രേരിപ്പിച്ചത് പ്രജിത് രാജാണെന്ന് തോന്നുന്നു. കർഷക തൊഴിലാളി മാസികയുടെ പ്രവർത്തിക്കുന്ന എഡിറ്റർ, വർക്കിംഗ് എഡിറ്റർ. അപ്പോൾ ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പോൾ ഇവിടെ ഒരു ഇരയുടെ അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് എന്നുള്ളതും ഞാൻ തിരിച്ചറിയുന്നു. പിറക്കുന്ന മനുഷ്യരെല്ലാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇരകളായി മാറാം. ഒരു ഇരയുടെ അവസ്ഥ ഏതൊരു മനുഷ്യനും, ഏത് ജീവിക്കും. ചൂണ്ടയിടുമ്പോൾ നമ്മൾ ഇര കോർത്തിട്ടാണ് ചൂണ്ടയിടുന്നത്. ഞാൻ കുട്ടിക്കാലത്ത് കുളത്തിനരിയിൽ പോയിരുന്ന് ചൂണ്ടയിട്ടിട്ടുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. കഥ എന്നെ കൂടി ഉദ്ദേശിച്ച് എഴുതിയ കഥയായിട്ട് പോലും ആ കഥ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അത് വായിച്ചപ്പം എനിക്ക് തോന്നിയത്. എന്നെ ബന്ധപ്പെടുത്തി നല്ല എന്തെങ്കിലും നിർമ്മിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. കഥ വായിച്ചപ്പോൾ മറക്കേണ്ട ഒരു കാലം ഓർമ്മിപ്പിച്ചു എന്നല്ല എനിക്ക് തോന്നിയത്. എപ്പോൾ വേണമെങ്കിലും ഓർക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബാല കൗമാര കാലത്തെ അനുഭവങ്ങൾ. അതിൽ സംഭവിക്കേണ്ടിയിരുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പുക വലിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാൻ വേണ്ടി ഒളിച്ച് പുക വലിച്ചിട്ടുള്ളവരാവും മിക്കവാറും. ഞാനും അങ്ങനെ പുക വലിച്ചിട്ടുണ്ട്, ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കൂട്ടുകാരുമായിട്ട് ചേർന്നിട്ട്. അങ്ങനെ പുക വലിച്ച് നോക്കി മനസ്സിലാക്കേണ്ട കാര്യമല്ല, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത് വിശ്വസിച്ചാൽ മതിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഈ അമ്മയുമൊത്ത് രാവിലെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയ ആ കാലം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടമാണ്. ആ കാലവും എനിക്ക് പകർന്നു തന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ട്. ഉദാഹരണത്തിന് പള്ളിയിൽ കേട്ട ചില വൈദികന്മാർ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ ആസ്പദമാക്കി നിന്ദിതരോടും പീഡിതരോടും നമ്മൾ ഐക്യപ്പെടണം എന്നതുപോലുള്ള ആശയങ്ങൾ ഇപ്പോഴും അതൊക്കെ പറയുന്ന പള്ളികളുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുകയാണെങ്കിൽ. എനിക്ക് വളരെ ആദരവുണ്ടായിരുന്ന ഒരു മാർപ്പാപ്പയാണ് കുറേ നാൾ മുമ്പ് മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചെയ്തികളും നിലപാടുകളും ഒക്കെ കാണുമ്പോൾ എൻ്റെ ഈ അൾത്താര ബാലനായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു കുറേ കാലത്ത്. അൾത്താര ബാലൻ മാത്രമല്ല, കാറ്റക്കിസം, ഈ ബൈബിളിലെയും മറ്റും കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചുമതലയും അതിൻ്റെ ചില മത്സര പരീക്ഷകൾ എഴുതാനും ഞാൻ പോയിട്ടുണ്ട്. കൊല്ലത്ത് സെൻറ്റ് അലോഷ്യസ് സ്കൂളിൽ വെച്ചിട്ടാണ് ആ മത്സര പരീക്ഷ നടന്നത്. അപ്പം അങ്ങനെ ഒരു ജീവിത കാലഘട്ടം ഉണ്ടായിരുന്നു. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ്. അപ്പോൾ അതെല്ലാം ഈ കഥ ഓർമ്മിപ്പിച്ചു. മറന്നുകിടന്ന ചില ജീവിതത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടു എന്നർത്ഥത്തിൽ എബ്രഹാം മാത്യുവിനോടും പ്രജിത് രാജിനോടും എനിക്ക് നന്ദിയുണ്ട്. അതിനപ്പുറം ഇങ്ങനൊരു കഥാപാത്രമാകാൻ തക്ക എന്തെങ്കിലും എനിക്കുണ്ട് എന്ന് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല. എങ്കിൽ പോലും എൻ്റെ പഴയ കുറേ ഓർമ്മകൾ അതിലേക്ക് തിരികെ പോകാൻ എനിക്ക് ഒരു അവസരം തന്നതിന് ഞാൻ രണ്ടുപേരോടും, കർഷക തൊഴിലാളി മാസികയോടും, കർഷക തൊഴിലാളി മാസിക ഇങ്ങനൊരു കെടുതി ഉണ്ടാകേണ്ടിയിരുന്നു എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ അത് ഓർക്കാനിടയായി എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കർഷക തൊഴിലാളി മാസികയ്ക്ക് വേണ്ടി പ്രജിത് രാജ് എന്നോട് ഈ നിർദ്ദേശം വെച്ചപ്പോൾ സഖാവിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയല്ല, എന്നോടൊപ്പമുള്ള അനുഭവങ്ങളുള്ള ആരെയെങ്കിലും ഇത് ഇത്തരത്തിൽ ഒരു കഥയിലേക്ക് സംക്രമിപ്പിക്കാമോ എന്ന് ചോദിക്കുകയും ബേബി സഖാവിൻ്റെ പേര് അദ്ദേഹം സജസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എൻ്റെ ചോദ്യം, അന്ന് താങ്കളുടെ ഉള്ളിൽ പള്ളിയും ക്രൈസ്തവ ദർശനവും ഒക്കെ നിറഞ്ഞിരുന്നു. എന്നാൽ ഒരു കൗമാരകാലത്തിന് ശേഷം താങ്കൾ അത് കുടഞ്ഞു കളയുകയും യുക്തിവാദ ചിന്തകളിലേക്ക് ആകൃഷ്ടനാകുകയും ചെയ്തു. ആ പരിണാമം എങ്ങനെയായിരുന്നു? വീട്ടിലെ അമ്മയായിരുന്നല്ലോ താങ്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ യുക്തിവാദിയായ ബേബിയെ അമ്മ എങ്ങനെയാണ് കണ്ടത്?
അതിൽ യഥാർത്ഥത്തിൽ മുഖ്യമായി 2 പേരാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പുസ്തകങ്ങൾ, മറ്റ് പല പുസ്തകങ്ങളും, നോവലുകളും കവിതകളും ഡിറ്റക്റ്റീവ് നോവലുകളും ഒക്കെയാണ് സ്വാഭാവികമായിട്ട് ആ പ്രായത്തിൽ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ മുട്ടത്തോർക്കിയുടെ പാടാത്ത പൈങ്കിളി ഉദാഹരണത്തിന് അന്ന് വലിയ ആവശ്യത്തോട് വായിച്ചത്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിലേക്കും കയ്യെത്തി. പ്രാക്കുളം ഫ്രണ്ട്സ് ക്ലബ്ബിൽ നിന്നാണ് ഞാൻ ആ പുസ്തകം എടുത്ത് വായിച്ചത്. അപ്പോൾ 2 പുസ്തകങ്ങൾ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ മാനസോല്ലാസം, മറ്റൊന്ന് MC ജോസഫിൻ്റെ യുക്തിപ്രകാശം. അപ്പോൾ അതിനുശേഷം വേറെ ബെർട്രൻഡ് റസ്സലിൻ്റെ പരിഭാഷകൾ, ഇംഗർസോളിൻ്റെ രചനകളുടെ. യുക്തിവാദിയായി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വായിക്കേണ്ടി വരുമല്ലോ. ഇടമറുക് പബ്ലിക്കേഷൻസൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഇതെല്ലാം സ്ഥിരമായി വായിക്കുന്ന ഒരാളായി. അപ്പോൾ MC ജോസഫിൻ്റെയും അതുപോലെ തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയും വാദമുഖങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാടിലും എൻ്റെ ചിന്തയിലുമെല്ലാം സ്വാധീനം ചെലുത്തി. അതിനുശേഷം പ്രൊഫസർ A.T. കോവൂറിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ഇന്ന് പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പം ആ ഒരു പരിണാമം സ്വാഭാവികമായി വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചർച്ചകൾ ഏർപ്പെടുകയും ചെയ്യുന്നവരിൽ സംഭവിക്കാവുന്ന ഒന്നാണ്. പക്ഷെ അതിൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, പിന്നീടാണ് P. ഗോവിന്ദപിള്ള ഒരു യുക്തിവാദി സമ്മേളനത്തിൽ, എറണാകുളം ടൗൺ ഹാളിൽ നടന്ന യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ PG അവിടെ നടത്തിയിട്ടുള്ളൊരു പ്രഭാഷണമാണ് ഈ യുക്തിവാദത്തിൽ നിന്നും മുന്നോട്ട് പോകേണ്ടതുണ്ട്. മാർസത്തിലേക്ക് ഞാൻ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം P. ഗോവിന്ദപിള്ളയിലാണ്. അമ്മയുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ചില സന്ദർഭങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുള്ളവരുണ്ടാവും, ഒരു വ്യക്തിക്ക് എങ്ങനെ വലിയൊരു ജനാധിപത്യവാദിയാകാൻ പറ്റും. അമ്മ ജനാധിപത്യത്തെക്കുറിച്ച് പോലും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മ ദൈവവിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ യുക്തിവാദി സമ്മേളനത്തിന് പോകാൻ എനിക്ക് വണ്ടിക്കൂലിയില്ല, പൈസ ഇല്ലല്ലോ, വിദ്യാർത്ഥിയാണല്ലോ എന്ന്. അമ്മയോട് ഞാനിത് പറയുന്നു, മകനെ നീ അതിന് പോകാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞില്ല. അയലത്ത് വീട്ടിൽ പോയി കടം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ സമ്മേളനത്തിൽ പോകാനുള്ള പൈസ എനിക്ക് തരികയാണ് ചെയ്തത്. അപ്പോൾ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ തൻ്റെ മകൻ്റെയോ അല്ലെങ്കിൽ അപരൻ എന്ന് പറയുന്ന മറ്റൊരാളിൻ്റെയോ വിശ്വാസ പ്രമാണങ്ങളെ ആദരിക്കാവുന്നതാണ്. അത് പിന്നീടാണ് ഞാൻ, അന്നേരം എനിക്ക് അതിൻ്റെ മൂല്യം മനസ്സിലായില്ല, സത്യം പറയുകയാണ്. അമ്മ ഈ പൈസ എനിക്ക്, അമ്മയ്ക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യത്തിന് സമ്മേളനത്തിൽ പോകാൻ വേണ്ടി തന്നല്ലോ എന്നൊന്നും അന്ന് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എന്ത് വലിയൊരു ജീവിതത്തിലൂടെ എന്ത് വലിയൊരു മൂല്യമാണ് ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ എന്നെ പഠിപ്പിച്ചത്. അപ്പം അമ്മ ഇത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ പാടില്ലെന്ന് പറഞ്ഞ് എന്നെ വിലക്കിയില്ല എന്നുള്ളതാണ്. അമ്മയുടെ ആ ഒരു സങ്കല്പത്തിനൊത്ത്, അമ്മയുടെ വിശ്വാസ സങ്കല്പത്തിനൊത്ത് ആ മകൻ വളരാതിരുന്നത് നന്നായോ? യഥാർത്ഥത്തിൽ അത് അമ്മയിൽ നിന്ന് മാറി നടക്കാനല്ലേ താങ്കൾ ശ്രമിച്ചത്? അതൊരു ഉത്തരവാദിത്വക്കുറവല്ലേ? താങ്കളുടെ മാനസിക വളർച്ചയുടെ ഭാഗമാണ്, ഞാൻ സമ്മതിക്കുന്നു. മറ്റൊരു കാര്യം, ഈ വിശ്വാസിയായിരിക്കെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റായി വളരാൻ താങ്കൾക്ക് സാധിക്കുമായിരുന്നോ? ഇപ്പോൾ ഏറ്റവും വലിയ ക്രിസ്തു വിശ്വാസിയായിരുന്നു ടോൾസ്റ്റോയ് ഹിംസാത്മകതയ്ക്കെതിരെ പ്രവർത്തിച്ച സന്ദേശങ്ങൾ അടങ്ങുന്ന കഥകൾ എഴുതിയ ആളാണ്. ഒരു പ്രഭു തൂലിക ചലിപ്പിച്ചപ്പോഴാണ് റഷ്യയിൽ കർഷകനുണ്ടെന്ന് മനസ്സിലായതെന്ന് ലെനിൻ പറയുകയുണ്ടായി. നമുക്കറിയാവുന്ന പോലെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടിയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെന്നും അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ക്രിസ്തു വിശ്വാസി വിപ്ലവത്തിൻ്റെയും മാറ്റങ്ങളുടെയും പാതയിൽ എത്തി, അല്ലെ അതിന് പ്രചോദനമായി തീർന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. താങ്കൾക്കും അങ്ങനെ ആകാൻ കഴിയുമായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അത് സത്യത്തിൽ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പായുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണിത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ചൂഷിതർക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തപ്പോൾ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് വിമർശിച്ചവരുണ്ട്, സഭയിൽ നിന്ന് തന്നെ. അദ്ദേഹത്തിൻ്റെ എക്സ്ഹോട്ടേഷൻസ്, അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ പ്രബോധനങ്ങൾ, എക്ലീസിയാസ്റ്റിക്കൽ എക്സോട്ടേഷൻസ് എന്നാണത് നിർവചിക്കുന്നത്. അതെല്ലാം വായിക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ ഒന്നിൽ അദ്ദേഹം പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ പ്രബോധനത്തിൽ അശരണനായി റോഡ് വക്കിൽ കിടന്ന് ഒരു പാവം മനുഷ്യൻ മരണമടഞ്ഞാൽ അത് വാർത്തയില്ലാത്ത നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഓഹരി കമ്പോളത്തിൽ ഓഹരി വിലയിൽ ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായാൽ പത്രമാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായിട്ട് അത് മാറുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വാദ്യമാണ് ഇത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പറഞ്ഞതെന്ന് വെളിപ്പെടുത്താതെ ഒരാൾ എടുത്ത് കൊടുത്താൽ ആ ഒരു കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസ്റ്റോ പറഞ്ഞതാണിത് എന്ന് ചിന്തിച്ചു പോകും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് പലരും വിമർശിച്ചു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ ഈ നിലപാടല്ല എടുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ തന്നെ സ്വാധീനം കമ്മ്യൂണിസ്റ്റുകാരിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ഞാൻ നടപ്പാക്കുന്നു. അതിൻ്റെ പേരിൽ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാനതിന് ഉത്തരവാദിയല്ല. അങ്ങനെ വിളിക്കുന്നവർ ഒരു പക്ഷേ യേശുക്രിസ്തു ഇത്തരം പ്രബോധനങ്ങൾ നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാത്തവരാവും എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത് ഈ നിലപാടുകൊണ്ട്. അപ്പം ബ്രഹ്മാത്യുവിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ക്രിസ്തു മതത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും ഞാൻ മാറി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് അമ്മയ്ക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുള്ളപ്പം എനിക്ക് തോന്നിയത് അമ്മ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ടാവാം. എനിക്കറിഞ്ഞുകൂടാ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കാണിച്ച വലിയൊരു മഠയത്തരം പറയാം. യുക്തിവാദിയായതിനു ശേഷം സാധാരണ യുക്തിവാദികളെല്ലാം ചെയ്യാറുള്ള ഒരു കാര്യം ഞാനും ചെയ്തു. അമ്മയെ യുക്തിവാദ വാദങ്ങൾ അവതരിപ്പിച്ച് ദൈവവിശ്വാസത്തിൽ നിന്നും മതവിശ്വാസത്തിൽ നിന്നും ഒക്കെ മാറ്റാൻ പറ്റുമെന്ന് ഞാനൊരു ശ്രമം നടത്തി നോക്കി. അത് യഥാർത്ഥത്തിൽ യുക്തിപരമല്ലാത്തൊരു സമീപനമായിട്ടാണ് ഞാൻ കാണുന്നത്. യുക്തിവാദികളുടെ ഒരു അന്ധവിശ്വാസമായിട്ട് ഞാൻ കാണുന്നതാണ് ഈ യുക്തിവാദം ചെയ്താൽ ആളുകളെ പൂർണ്ണമായി മാറ്റിയെടുക്കാമെന്ന്. ചിലരുടെ രക്തത്തിൽ രൂഢമൂലമായി കിടക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ യുക്തിവാദം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ഡോക്ടർ ഭാസ്കരൻ നായരെ പോലുള്ള മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയ ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്ന ഡോക്ടർ ഭാസ്കരൻ നായർ. പക്ഷേ അദ്ദേഹം സത്സായിബാബയുടെ വിശ്വാസിയായിരുന്നു. അപ്പോൾ ഇതിനെ ഒരു മാർക്സിസ്റ്റ് വീക്ഷണത്തിലൂടെ നോക്കിയാൽ മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഞാൻ യുക്തിവാദിയായ സമയത്ത് കാണിച്ച ഒരു ആരംഭ ശൂരത്വമാണ് അമ്മയെ യുക്തിവാദം ചെയ്ത് മനഃപരിവർത്തനം വരുത്താൻ പറ്റുമോ എന്ന് നോക്കണം. പക്ഷെ അമ്മ ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നോളൂ മോനെ, കുഴപ്പം. അമ്മ സ്ഥിരമായി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. അമ്മയെ മാറ്റി യുക്തിവാദിയാക്കാനെന്നുള്ള എൻ്റെ ശ്രമം പരാജയമടയുകയാണ് ചെയ്തത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം അത് അടയുകയേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ പള്ളിയിൽ പോവുകയും ക്രിസ്തുവിൻ്റെ ചില വചനങ്ങൾ അവിടെ നിന്ന് കേൾക്കുകയും ചെയ്തതിൻ്റെ കൂടി ഒരു സയുക്തികമായ വളർച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി തീരുന്ന എൻ്റെ നിലപാടെന്നാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം പിന്നീടാണ് ഞാൻ കണ്ടുമുട്ടുന്നത് ഫ്രെഡറിക് എംഗൽസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പഠനമുണ്ട്. ആദിമ ക്രിസ്തു മതവും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് എംഗൽസ് മതത്തെപ്പറ്റി എന്ന മാർക്സിൻ്റെ എംഗൽസിൻ്റെയും രചനകളുടെ സമാഹാരത്തിൽ ഇതുകൊണ്ട് ആദിമ ക്രിസ്തു മതത്തെക്കുറിച്ച് എംഗൽസ് എഴുതിയ ലേഖനമുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് വലിയ ഒരു സംതൃപ്തി തോന്നി. എൻ്റെ ഈ പരിവർത്തനത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ശാസ്ത്രീയമായ യുക്തിഭദ്രമായ ഒരു പരസ്പര ബന്ധം കാണാൻ കഴിയും എന്ന് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ക്രൈസ്തവ ദർശനത്തിൻ്റെ ഒരു സാധ്യത അത് പ്രത്യാശയുടെ ദർശനമാണ് എന്ന് പറയാറുണ്ട്. കമ്മ്യൂണിസവും മാർക്സിസവും മനുഷ്യന് പ്രത്യാശ പ്രദാനം ചെയ്യുന്നു. ആ ഒരു തലത്തിൽ താങ്കൾ ഒരു സാമ്യം, ഒരു വിദൂരമായ സാമ്യം അതിൽ കാണുന്നുണ്ടോ? അത് ഈ ക്രിസ്തുമതത്തിൽ മാത്രമല്ല, ഇപ്പോൾ സംഘടിത മതങ്ങളായി രൂപമെടുത്തിട്ടുള്ള മതവിശ്വാസ പ്രമാണങ്ങളെല്ലാം ആ മതവിശ്വാസ പ്രമാണങ്ങൾ രൂപം കൊള്ളുന്ന കാലത്ത്, ഓരോ മതവിശ്വാസത്തിൻ്റെയും ആദിമകാലത്ത് അത് മനുഷ്യമോചനം സംബന്ധിച്ച അന്വേഷണങ്ങളുടെ ആവിഷ്കാരങ്ങളായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ ദർശനത്തിൽ ഇതുപോലെ തന്നെ കാണാൻ കഴിയും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ച് വിശന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അവരുമായി പങ്കുവച്ചിട്ടേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അത് ആചരിക്കപ്പെടാറുണ്ട്.
5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിച്ചു എന്നെല്ലാമുള്ള ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥയിലും ഇതുമായിട്ട് സാമ്യം കാണാൻ കഴിയും. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ, പഠനങ്ങൾ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം വ്യത്യസ്ത മതവിശ്വാസങ്ങളുടെ പശ്ചാത്തലം, അതിൻ്റെ ചരിത്രപരമായ പരിണാമങ്ങൾ എങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം ഗൗരവമായി പഠിക്കുമ്പോഴും സമത്വപൂർണമായൊരു സമൂഹത്തെ സംബന്ധിച്ച സങ്കല്പങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഈ പല മതങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. അത് ക്രിസ്തുമതത്തിൽ പിന്നെ വളരെ പ്രകടമായിട്ട് ഉണ്ട്. ഒട്ടകത്തിന് സൂചിക്കുഴിയിലൂടെ കടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഒരു സമ്പന്നന് സ്വർഗരാജ്യത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ഗിരിപ്രഭാഷണത്തിൽ മുന്നോട്ട് വെക്കുന്നുള്ള ധാർമ്മിക മൂല്യങ്ങൾ മഹാത്മാഗാന്ധിയെ പ്രചോദിപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ എളിയ അഭിപ്രായത്തിൽ എല്ലാ പ്രാചീന ദർശനങ്ങളെയും വിമർശനപരമായി സമീപിച്ചാൽ, സൂക്ഷ്മമായിട്ട് സമീപിച്ചാൽ, അവിടെയെല്ലാം മനുഷ്യ തുല്യത, മനുഷ്യൻ്റെ സാഹോദര്യം, മനുഷ്യൻ്റെ സമത്വം ഇത് സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ കുറച്ച് ശ്രീനാരായണ ഗുരുവിനൊക്കെ മുമ്പ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഒരാളുണ്ട്, അയ്യാ വൈകുണ്ഠസ്വാമികൾ. ഇവിടുന്ന് പോയാൽ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ സ്വാമിത്തോപ്പ്, മാർത്താണ്ഡത്തിനടുത്ത് സ്വാമിത്തോപ്പ്, ഇപ്പോൾ തമിഴ്നാട്ടിലാണത്. പണ്ട് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. മാർക്സും എംഗൽസും ലീഗ് ഓഫ് ദ ജസ്റ്റ് എന്ന് പറയുന്ന ഒരു പുരോഗമന സംഘടനയിൽ ചേരുന്നതിന് മുമ്പ്, നീതിമാന്മാരുടെ ലീഗ് എന്നാണ് ഈ ലീഗ് ഓഫ് ദ ജസ്റ്റിൻ്റെ പരിപാടി. അതിന് മുമ്പ് ഈ അയ്യാ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചിരുന്നു. പന്തിഭോജനം അദ്ദേഹം നടത്തിയിരുന്നു. അതിനകത്ത് അതിശയിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയാറുണ്ട്. കാര്യം മാർക്സിനേക്കാളും 9 വയസ്സ് മൂത്തയാളാണ് ഈ അയ്യാ വൈകുണ്ഠസ്വാമി. കാൾ മാർക്സ് ജനിച്ചത് 1818 അയ്യാ വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 9 വർഷം മാർക്സിനേക്കാളും മൂത്താളാണ്. അപ്പം ഇത് വ്യത്യസ്ത മതവിശ്വാസങ്ങളുടെ ആരംഭകാലത്ത് മാത്രമല്ല, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സംഭാവനകളിലും അവരുടെ കാഴ്ചപ്പാടുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള സമത്വത്തിനും തുല്യതയ്ക്കും ഒക്കെ അടിസ്ഥാനമിടുന്ന ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ക്രിസ്തുമതത്തിൻ്റെ മൂല്യങ്ങളിൽ ചെറിയ പരിശീലനം എനിക്ക് കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി വളരുന്നതിന് എനിക്ക് പശ്ചാത്തലം ഒരുക്കിയെന്ന് വേണമെങ്കിലും കരുതാവുന്നതാണ്. താങ്കളുടെ കലാ സമീപനത്തെയും ആസ്വാദന രീതിയെയും നിരീക്ഷിക്കുമ്പോൾ താങ്കളൊരു ശുദ്ധ കലാവാദിയാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. MD രാമനാഥനെ ഇഷ്ടപ്പെടുകയും ഗുലാം അലിയെ ആരാധിക്കുകയും മെസ്സി ആകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു MA ബേബിയുണ്ട്. ഈ പറഞ്ഞ ആളുകളൊന്നും തന്നെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതീകങ്ങളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അല്ലെ രാഷ്ട്രീയ തത്വസംഹിതയുടെ പ്രചാരകരോ അല്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു കലാകാരന് രാഷ്ട്രീയ പ്രതിബദ്ധത ആവേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഒന്നാമതായി മാനുഷികമായ മൂല്യങ്ങൾ, ഇതിലെല്ലാം ഏതൊരു മനുഷ്യരും, മനുഷ്യരെ നല്ലവരും മോശക്കാരും എന്ന് വേർതിരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാര്യം നല്ലവരെന്ന് കഴിയുന്ന എല്ലാ മനുഷ്യരിലും കുറച്ച് മോശം കാര്യം ഉണ്ടാവും. മോശക്കാരെന്ന് നമ്മൾ മുദ്രയിടിക്കുന്ന എല്ലാവരിലും കുറച്ചെങ്കിലും നന്മയുണ്ടാവും. അപ്പോൾ താങ്കളുടെ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താണ്? എൻ്റെ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല മേഖലകളിൽ താല്പര്യം കാണിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ അവഗാഹം നേടാൻ, അതിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ആലോചിക്കുമെങ്കിൽ ഏത് മേഖലയായിരിക്കും താങ്കൾ തിരഞ്ഞെടുക്കുക? അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ എനിക്കത് പറയാൻ പറ്റുമായിരുന്നു. ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ആലോചിച്ചാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു ആലോചന താങ്കളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ താങ്കളൊരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. വിഷമത്തെ, അത് ബഷീർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വിഷാദത്തെയും വിഷമത്തെയും അതിജീവിക്കാൻ ആ അനുഭവത്തെ ഒരു ഫലിതമാക്കി മാറ്റുന്നത് എപ്പോഴും നമുക്ക് ആശ്വാസം പകരുമെന്ന അർത്ഥത്തിൽ ബഷീർ പറഞ്ഞിട്ടുണ്ട്.
ബഷീറിൻ്റെ ആരാധകനായ താങ്കൾ അതിനെ കാണുന്നത് എങ്ങനെയാണ്? സ്വകാര്യ ജീവിതത്തിൽ താങ്കൾ പലപ്പോഴും അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ ഫലിതം പറയുന്നതും ആസ്വദിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ബഷീർ ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ലോകപ്രശസ്തനായിട്ടുള്ള ചാർലി ചാപ്ലിൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഞാൻ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുമ്പോൾ ഞാൻ കണ്ണീര് കുടിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു അഭിപ്രായം, ഞാനിങ്ങനെ മഴയത്തൂടെ നടന്നു പോകുമ്പോൾ ഞാൻ മഴ നനയുന്നതാണ് നിങ്ങൾ കാണുക, ഞാൻ ഒഴുക്കുന്ന കണ്ണുനീര് ഈ മഴ കൊണ്ട് മറയുക, അങ്ങനെ ഉള്ള ഒട്ടേറെ ആശയങ്ങൾ പറഞ്ഞു. അത് മനുഷ്യജീവിതത്തിൽ എപ്പോഴും ഉള്ളതാണ്. നേരത്തെ എബ്രഹാം മാത്യു പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നതിന് ഇടയിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് പോയതുകൊണ്ട് ഈ പല വ്യത്യസ്ത മനുഷ്യൻ്റെ സർഗസിദ്ധികളിൽ താല്പര്യം കാണിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ മാനുഷികമായി സംഭവിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. കൂട്ടത്തിൽ മാർക്സിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, നത്തിങ് ഹ്യൂമൻ ഈസ് ഏലിയൻ ടു മീ. മാനവികമായ ഒന്നും എനിക്ക് അന്യമല്ല എന്ന് മാർക്സ് പറഞ്ഞു. അത് മാർക്സിൻ്റെ വാചകമായിട്ടാണ് പ്രസിദ്ധപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഗ്രീക്ക് നാടകത്തിലെ ഒരു കഥാപാത്രം പറയുന്നൊരു വാചകമാണിത്. അത് മാർക്സ് എടുത്ത് ഉദ്ധരിച്ചതാണ്. അപ്പം അത്തരമൊരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദുഃഖമുണ്ടാവുമ്പോൾ അത് ചിരി കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദുഃഖം തുറന്ന് പ്രകടിപ്പിക്കുന്നതിനകത്തും ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. വികാരങ്ങൾ പലതും ഉണ്ടാകുന്നത് നിയന്ത്രിക്കണം, അടക്കി വെക്കണം എന്നുള്ളൊരു ഒരു ഒരു സ്വഭാവക്കാരനാണ് ഞാൻ തുറന്ന് പറയുകയാണ്. അതിൻ്റെ ബലഹീനതയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ എല്ലാം അടക്കി വെക്കേണ്ടതില്ല എന്ന് എനിക്ക് ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞു തന്നത് എനിക്ക് വളരെ വലിയ ആരാധനയുള്ള ഒരു കായിക താരമാണ്, റോജർ ഫെഡററാണ്. അദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പ് ആയിട്ട് അദ്ദേഹം കളിക്കാനിറങ്ങിയ ഒരു മത്സരത്തിൽ റഫേൽ നഡാലിനോട് തോറ്റു ഓസ്ട്രേലിയൻ ഓപ്പണിൽ. അപ്പോൾ ആ തോൽവി അദ്ദേഹത്തിന് അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം സെറമണിയിൽ അതിൻ്റെ കപ്പ് ഷീൽഡോ കൊടുക്കുന്നിടത്ത് പുള്ളി കണ്ണീരൊഴുക്കൊണ്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും അത് കണ്ടുണ്ട്, ആ രംഗം ഓർമ്മയുണ്ടാവും. അതൊരു ലോകത്തെമ്പാടും പലരും ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം റഫേൽ നഡാലാണ് പുള്ളിയെ ആശ്വസിപ്പിക്കുന്നത്. പിന്നീട് റോജർ ഫെഡറർ ഇതിനെക്കുറിച്ച് പറഞ്ഞു. റോജർ ഫെഡറുടെ അച്ഛൻ ഫെഡററോട് പറഞ്ഞത്രേ, നീ നിൻ്റെ വികാരങ്ങളൊന്നും മറച്ചു വെക്കരുത്, ചിരിക്കണമെന്ന് തോന്നുമ്പോൾ നീ ചിരിക്കണം, കരയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ കരയണം. അപ്പോൾ കരയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല എന്ന് റോജർ ഫെഡററാണ് വലിയൊരു പാഠമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത്. താങ്കൾ ഒരിക്കൽ പറഞ്ഞു, ഫുട്ബോൾ കളിച്ചുകൊണ്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കാതെ ഫുട്ബോൾ കളിക്കാനും പാട്ടുപാടാനും കിട്ടുന്ന അവസരമാണ് ജീവിതത്തിലെ സുവർണ അവസരം എന്ന് താങ്കൾ പറയുകയുണ്ടായി. മെസ്സിയോടൊപ്പം ഫുട്ബോൾ തട്ടാൻ ഒരവസരം കിട്ടിയാൽ താങ്കൾ ഒരു മുൻ നിശ്ചയിച്ച പാർട്ടി പരിപാടി മാറ്റിവെക്കുമോ? പാർട്ടി പരിപാടി മാറ്റിവെച്ചിട്ട് ഒരു കാര്യവും ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. ഞാൻ പാർട്ടിയുടെ അവിഭാജ്യ ഭാഗമാണ്. പാർട്ടി എന്ത് ആവശ്യപ്പെടുന്നു അത് മാറ്റിവെച്ചിട്ട് എനിക്കൊരു കാര്യവും ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. എൻ്റെ ആലോചന പരിഗണനയിലേക്ക് അത് വരില്ല എന്നുള്ളതാണ്. താങ്കൾക്ക് മാത്രം ഈ കയ്യടി കിട്ടുന്നതിൽ എനിക്ക് അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വരികയാണ്. ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിക്കുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹം വരുന്നത് വരെ അസാധ്യമായിട്ടുള്ള പ്രയാസം നിറഞ്ഞ കാര്യമാണെന്ന് താങ്കൾ പറയുകയുണ്ടായി, ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ താങ്കളുടെ ബുദ്ധിമുട്ട് ഇല്ലാതെയാകാൻ എന്നെപ്പോലെയുള്ള ആളുകൾ എത്ര കാലം കാത്തിരിക്കണം? ഇതിന് ഒരു മറുപടി പറയാൻ, അതായത് ഒരു സമത്വപൂർണമായ സമൂഹം ആവിർഭവിക്കാൻ എത്ര കാലം കാത്തിരിക്കണമെന്നുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് കേരളത്തിൽ നിന്നുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ആകാൻ പരിശ്രമിക്കുന്ന ഒരാൾ ആലോചിച്ചാൽ EMSനെ ഓർക്കാതെ മറുപടി പറയാൻ കഴിയില്ല. EMS ഞാൻ ആ പ്രശ്നം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പം സോഷ്യൽ മീഡിയയിൽ അത് ലഭ്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് സമത്വപൂർണ്ണമായൊരു സമൂഹം വരിക തന്നെ ചെയ്യും. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നില്ല. കാരണം EMS എല്ലാം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം നമ്മൾ ആലോചിച്ചാൽ സമത്വപൂർണ്ണമായൊരു സമൂഹമല്ലേ ഏറ്റവും നീതിപൂർവകമായൊരു സമൂഹം. സമത്വം ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക?
അത് യാന്ത്രികമായിട്ട് സാധ്യമല്ല സമത്വപൂർണ്ണമായൊരു സമൂഹം ഉണ്ടാക്കാൻ. പക്ഷേ നമ്മൾ മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു തുല്യതയുണ്ട്. ചോദിക്കാനും മറുപടി പറയാനും ഒരേ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരാൾ മുകളിൽ ഒരാൾ താഴെയല്ല. നമ്മൾ പരസ്പരം നമ്മുടെ വ്യക്തിത്വത്തെ ആദരിക്കണം. അങ്ങനൊരു സമൂഹമാണ് സമത്വപൂർണ്ണമായ പ്രകൃതി വിഭവങ്ങൾ തുല്യമായിട്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇത്രയും വായു എൻ്റെതാണ്, നിങ്ങൾക്ക് ഇത്ര കുറച്ച് വായു മാത്രമേ ഉള്ളൂ നമ്മൾ പറയുമോ? പറയില്ലല്ലോ. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ, ആ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യങ്ങൾ, സമ്പത്ത്, അതെല്ലാ മനുഷ്യരും തുല്യമായിട്ട് അനുഭവിക്കണമെന്ന് പറയുന്ന ഏറ്റവും നീതിപൂർവ്വം ന്യായമായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനൊരു സമൂഹം ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. അങ്ങനൊരു സമൂഹം പണ്ടുണ്ടായിരുന്നു. പ്രിമിറ്റീവ് സൊസൈറ്റി, പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്നൊക്കെ പറയും. വൈലോപ്പിള്ളി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പല വേഷത്തിലും പല ഭാഷയിലുമെല്ലാം ജീവിക്കുന്നവർ തുല്യരായിട്ട് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. പല ദേശത്ത് പല വേഷത്തിൽ പല പല ഭാഷയിൽ നമ്മൾ കഥിപ്പു പാരിതിലാദിയിൽ ഉദയം കൊണ്ട് പുലിഞ്ഞൊരു പൊന്നോണത്തിന് ചരിതം. ആദ്യം എനിക്ക് പെട്ടെന്ന് ഞാൻ സ്തംഭിച്ചു, എനിക്കിത് ഓർമ്മയില്ലേ, ഓർത്തെടുക്കാൻ പറ്റി. അപ്പോൾ ഓണപ്പാട്ടുകാരെന്നതിനകത്ത് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. അപ്പം പിന്നെ നമ്മുടെ ലൂയി മോർഗൻ്റെ 1877 പുറത്തു വന്ന പുസ്തകം ഏൻഷ്യൻ സൊസൈറ്റി, അതിനകത്ത് ഇതേ ആശയമുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യരായിട്ട് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാവിയിലും അങ്ങനൊരു കാലം ഉണ്ടാവും. അതെന്നാണ് ആ സോഷ്യലിസ്റ്റ് കാലം ഉണ്ടാകുക എന്നുള്ളൊരു മറുപടിയായിട്ട് EMS പറഞ്ഞു. എൻ്റെ ജീവിതകാലത്ത് ഒരു പക്ഷേ അതുണ്ടായില്ല എന്ന് വരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ നിങ്ങളുടെ ജീവിതകാലത്തും ചിലപ്പോൾ അതുണ്ടായില്ലെന്ന് വരും. എന്നാൽ അവരുടെ മക്കളുടെ കാലത്ത് അങ്ങനെ സമത്വപൂർണ്ണമായൊരു സമൂഹം ലോകത്ത് ആവിർഭവിക്കുക തന്നെ ചെയ്യും എന്നൊരു ശുഭാപ്തി വിശ്വാസം EMS പങ്കുവെച്ചത് ഞാൻ എബ്രഹാം മാത്യുവിനോടും ഈ സദസ്സിനോടും ഓർമ്മിപ്പിക്കുകയാണ്, അറിയിക്കുകയാണ്. താങ്കൾ ഒരു വിപ്ലവത്തെ ആണ് ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്, ഒരു വിപ്ലവത്തിന് ചൊരിയുന്ന രക്തത്തെക്കാൾ കൂടുതൽ ആ വിപ്ലവത്തിൻ്റെ സദ്ഫലങ്ങളായ കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയും ചൊരിയപ്പെടേണ്ടി വരും എന്ന് പറയാറുണ്ട്. ചൈനയിലെ സാംസ്കാരിക വിപ്ലവത്തിൻ്റെയും സ്റ്റാലിൻ കാലഘട്ടത്തെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് പലരും ഇങ്ങനെ നിരീക്ഷിച്ചിട്ടുള്ളത്. അത്തരം നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെയാണ് നേരിടുന്നത്? ചരിത്രത്തിൻ്റെ സങ്കീർണമായ സഞ്ചാരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതും അംഗീകരിക്കാൻ കഴിയാത്തതുമായ പലതും സംഭവിച്ചിട്ടുണ്ടാവും. സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ കാലത്തോ പിന്നീടും ഒക്കെ സംഭവിച്ചതിൽ നമുക്ക് വിമർശിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്ന ഭാഗങ്ങളുണ്ടാവാം. അത് അവിടെ മാത്രമല്ല, വാട്ടബൌട്ടിസമല്ല. അങ്ങനെ പറയുമ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സമരത്തെ അഹിംസയിൽ അടിയുറച്ച ഒരു സമരമായിട്ടാണ് ചരിത്രം വിലയിരുത്തുന്നത്. അതിനകത്ത് സത്യത്തിൻ്റെ വലിയൊരു ഭാഗമുണ്ട്. മഹാത്മാഗാന്ധിയുടെ അതുമായി ബന്ധപ്പെട്ട സംഭാവനകളും അദ്ദേഹത്തിൻ്റെ നിഷ്ഠകളും ഒക്കെ ഇതിനകത്ത് പ്രധാനമാണ്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിൽ നഷ്ടപ്പെട്ട ജീവനുകൾ, മഹാത്മാഗാന്ധി സമാധാനപരമായിട്ട് വേണം ക്വിറ്റ് ഇന്ത്യ സമരം നടക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ NV കൃഷ്ണവാര്യരെ പോലുള്ളവരടക്കം വന്ന് ബോംബ് രാഷ്ട്രീയ പ്രവർത്തനം അതേ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. ചൗരി ചൗരയിലെ സംഭവം. അപ്പം ഇതിനെയൊന്നും ഞാൻ താരതമ്യപ്പെടുത്തുകയല്ല. ചരിത്രത്തിൽ രക്തച്ചൊരിച്ചിലുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൺമുമ്പിൽ ഒരു രാഷ്ട്രം ഒരു അയൽരാജ്യത്ത് സൈന്യത്തെ അയക്കുകയാണ്, ബോംബിടുകയാണ്. അവിടെ നടന്ന മരണത്തെക്കുറിച്ച് 80-ലധികം വെനസ്വേലക്കാർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഡുറോയുടെ സുരക്ഷാ സേനയിലുണ്ടായിരുന്നവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ബോംബിടാൻ പോയ അമേരിക്കൻ സൈനികർക്കും മരണമുണ്ടായിട്ടുണ്ട്. അത് മറച്ചു വെക്കപ്പെടുകയാണ്, പുറത്തു വിട്ടിട്ടില്ല. അവരുടെ ബോഡിയെല്ലാം രഹസ്യമായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു അവിടുത്തെ ആ സംഭവം? ഗസയിലെ കുട്ടികളെന്ന് പറഞ്ഞിട്ട് പപ്പേട്ടൻ്റെ കഥ മാത്രമല്ല, കേരളത്തിലെല്ലാം ചിന്തരവി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അവിടെ കൊല ചെയ്യപ്പെട്ട 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ച ഒരു സംഭവമുണ്ട്. അപ്പം രക്തച്ചൊരിച്ചിലുകളും നഷ്ടങ്ങളും ലോകത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ഉണ്ടാകുന്നു. ഒഴിവാക്കേണ്ടിയിരുന്നവ, അനാവശ്യമായവ, ഒരു ജീവൻ പോലും എടുക്കുന്നതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാര്യം ജീവൻ എടുത്താൽ എടുക്കുന്ന ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാവണം.
തിരിച്ചു കൊടുക്കാൻ ജീവൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മാർക്സത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആവേശം പകരുന്നതെന്ന് പറഞ്ഞാൽ ഹിംസ ആവശ്യമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യം. ഭരണകൂടം തന്നെ അവിടെ ആവശ്യമില്ല, ഭരണകൂടം കൊഴിഞ്ഞു പോകും. പക്ഷേ ആ പാതയിലൂടെ പോകുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാരൊരിക്കലും സമത്വപൂർണമായൊരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടി ആയുധമെടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. പലർക്കും ഇക്കാര്യം അറിഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റുകാർ ആയുധമെടുക്കേണ്ടി വരുന്നത് സമത്വപൂർണമായൊരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തെ ഭരണകൂടം ആയുധം ഉപയോഗിച്ച് അടിച്ചമർത്തുമ്പോൾ അതിനെ ചെറുക്കാൻ സമാധാനപൂർണമായ മാർഗങ്ങൾ മാത്രം പോരാതെ വന്നു എന്ന് വരാം. ഇതാണ് പിന്നെ റോൾ ഓഫ് ഫോഴ്സ് ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് എംഗൽസിൻ്റെ വളരെ പ്രസിദ്ധമായൊരു രചനയുണ്ട്. അതിന് ആ കൃതിയിൽ ചർച്ച ചെയ്യുന്നതാണ്. ചരിത്രത്തിലെപ്പോഴും ആയുധപ്രയോഗം നടന്നിട്ടുണ്ട്. ആയുധപ്രയോഗത്തിലൂടെയാണ് മേധാവിത്വം സ്ഥാപിക്കപ്പെടുന്നത്. ആ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി വിമർശനം എന്ന ആയുധം മാത്രം പോരാ, ആയുധം കൊണ്ടുള്ള വിമർശനവും വേണ്ടിവരും എന്നാണ് ഇതിനെക്കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ സംഭാഷണ മധ്യേ ഭരണകൂടം ഇല്ലാതെയാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായി. KP അപ്പൻ, താങ്കളുടെ ഗുരു കൂടിയായ KP അപ്പൻ ഈ ഒരു അരാഷ്ട്രീയവാദത്തെക്കുറിച്ച് നടത്തിയ ഒരു നിരീക്ഷണം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അരാഷ്ട്രീയമായ നിലപാട് ഒരു പാപമല്ല. മാർക്സിൻ്റെ ചിന്തയും ലോകവീക്ഷണവും പ്രതീക്ഷാ നിർഭരമായ ഹൃദയവും ആത്യന്തികമായി ആഗ്രഹിച്ചത് അരാഷ്ട്രീയമായ അവസ്ഥയാണ്. വർഗരഹിതമായ ഒരു സമൂഹം ആവിർഭവിക്കുമെന്നും ഭരണകൂടം തിരോഭവിക്കുമെന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അരാഷ്ട്രീയമായ ഒരവസ്ഥ ഉണ്ടാകും എന്നാണ്. ഗുരുവിൻ്റെ ഈ നിരീക്ഷണത്തെ എങ്ങനെ കാണുന്നു? ഗുരുവിൻ്റെ ഈ നിരീക്ഷണം നോം ചോംസ്കിയെ പോലുള്ളവർ മുന്നോട്ട് വെക്കുന്ന ആശയവുമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്നതാണ്. യാദൃശ്യമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ചോംസ്കിയുടെ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഇതാണ്: ഈ ക്ലാസിക്കൽ അനാർക്കിസം അതല്ലെങ്കിൽ സയൻറ്റിഫിക് അനാർക്കിസം എന്നൊക്കെ വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് പറയാം. കാര്യം നമ്മുടെ നാട്ടിൽ ഇയാളൊരു അനാർക്കിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എല്ലാ തരത്തിലുള്ള പിന്നെ മനുഷ്യവിരുദ്ധമായ അരാജക പ്രവണതകളും എല്ലാമുള്ളവരെയാണ് നമ്മൾ അരാജകവാദികളെന്ന് പറയാറുള്ളത്. പക്ഷേ അരാജകവാദം എന്നത് ഒരു സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ചൊരു ദർശനമാണ്. ആ ദർശനം ഭരണകൂടമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ്. നോം ചോംസ്കി എല്ലാം അനുകൂലിക്കുന്നത്. ഇപ്പം 100-നടുത്ത് പ്രായമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവശതയിൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ MIT മാസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ആയിരുന്നു അദ്ദേഹം ഭാഷാ പണ്ഡിതനായിട്ടും ചിന്തകനായിട്ടൊക്കെ പ്രൊപ്പോസ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം ബ്രസീലിലാണെന്നാണ് ഞാൻ കേട്ടത്, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറുമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഈ അപ്പൻ മാഷ് പറയുന്ന പോലുള്ളൊരു കാഴ്ചപ്പാടാണ്. അരാജകവാദത്തിൻ്റെ വ്യത്യസ്ത കൈവഴികൾ സഞ്ചരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്മ്യൂണിസം വിഭാവനം ചെയ്യുന്ന സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി, ഭരണകൂട സംവിധാനങ്ങളില്ലാത്ത സമൂഹവും അരാജവാദികൾ ഇത് സംബന്ധിച്ച് മുന്നോട്ട് വെക്കുന്ന ആശയമൊക്കെ തമ്മിൽ സാമ്യങ്ങൾ പലതും ഉണ്ടെങ്കിലും വ്യത്യാസങ്ങളുമുണ്ട്. അപ്പൻ മാഷെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്ര ബോധത്തിൻ്റെ ഒരു അടിമയാവുക അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ. അങ്ങനെയുള്ള ഒരു ചിന്താപരമായ അടിമത്വം ഞാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലാണ് അദ്ദേഹം. പക്ഷേ ഞങ്ങളുമായിട്ട് വളരെ ഊഷ്മളമായ ബന്ധം. കൊല്ലം കോളേജിൽ പഠിപ്പിക്കുമ്പോൾ താങ്കളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം. അന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംവാദങ്ങളോ ചർച്ചകളോ ഒക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അന്നത്തെ ആ ക്ലാസ് മുറി? അന്ന് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യാൻ തക്ക ധൈര്യം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ മലയാള നിരൂപണ മേഖലയിലെ ഒരു വലിയ പിന്നെ ഉന്നതനായിട്ടാണ്. ജ്വാല എന്ന് പറയുന്ന K. സുരേന്ദ്രൻ്റെ നോവലാണ് BA മലയാളത്തിന് ഞങ്ങൾക്ക് അദ്ദേഹം എടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവർ മാത്രമല്ല മറ്റ് ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളും അപ്പൻ മാഷ് എന്താ പറയുന്നത് കേൾക്കാൻ വരുമായിരുന്നു. വലിയ വാത്സല്യത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം അദ്ദേഹം കണ്ടിരുന്നത്. ഞാൻ കോളേജ് യൂണിയൻ്റെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ മാഗസിനിൽ
അച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്, ആർട്സ് ക്ലബ് സെക്രട്ടറി റിപ്പോർട്ടുണ്ട്. അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ മാഷടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ മാഷപ്പോൾ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഒരെണ്ണം എഴുതി അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് തന്നെ സാഹസികതയാണ്. സാറിൻ്റെ സമയത്തിന്മേൽ അങ്ങനെ കടന്നു കയറാൻ പറ്റുമോ? പുള്ളി വളരെ അത് മുഴുവൻ വായിച്ചിട്ട് തിരുത്താൻ ഒരുപാടുണ്ടായിരുന്നിരിക്കും, പക്ഷേ എന്നോടുള്ള വാത്സല്യം കൊണ്ടും എന്നെ നിരാശപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ആവണം എന്ന് ഞാൻ ഊഹിക്കുന്നു. അദ്ദേഹം ഒറ്റ വാക്ക് മാത്രമേ മാറ്റിയുള്ളൂ. ഒരുപാട് കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ കോളേജ് യൂണിയൻ പ്രവർത്തിച്ചത് എന്നുള്ളത്, കടുത്ത വെല്ലുവിളി എന്നുള്ളത് മാറ്റി കൂറ്റൻ വെല്ലുവിളി എന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കൂറ്റൻ, അതൊരു കൂറ്റൻ ഇടപെടലാണ് അദ്ദേഹം നടത്തിയത്, ഒറ്റ വാക്ക് മാറ്റിക്കൊണ്ട്. ഇങ്ങനെയൊക്കെ വാക്കുകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ കാര്യങ്ങൾ, കടുത്ത വെല്ലുവിളികൾ എന്നൊക്കെ ഇപ്പം പ്രസംഗിക്കുക എഴുതുകയും ചെയ്യുമ്പം അപ്പം മാഷിനെ ഓർമ്മ വരുമോ? ഓർമ്മ വരും. കൂറ്റൻ എന്ന് എഴുതുമ്പോഴൊക്കെ മാഷ് ഓർമ്മ വരും. അപ്പം ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ, താത്വികമായ കാര്യങ്ങളോ അദ്ദേഹം എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ എതിർക്കുന്നു എന്നുള്ളതോ ഒന്നും അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ധൈര്യം അന്നുണ്ടായിരുന്നിട്ടില്ല. ഈ എം.എൻ. വിജയൻ മാഷ് ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി, രാഷ്ട്രീയത്തിൽ ഒരാൾ സ്വീകരിക്കുന്ന ഘടന കുടുംബഘടനയുടെ വിസ്താരമാണ്, എക്സ്റ്റൻഷനാണ് എന്ന് പറയുകയുണ്ടായി. താങ്കളുടെ കുടുംബജീവിതവും പൊതുജീവിതവും ഈ നിരീക്ഷണത്തിലൂടെ വിശദീകരിക്കാമോ? വിജയൻ മാഷുടെ ആ നിരീക്ഷണം വളരെ സാധുവായൊരു നിരീക്ഷണമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടേതൊരു പുരുഷാധിപത്യ സമൂഹമാണെന്നുള്ളതാണ്. സമൂഹത്തിൽ ഈ പുരുഷാധിപത്യ പ്രവണതകൾ നമ്മൾ എമ്പാടും കാണുന്നുണ്ട്. പുരുഷാധിപത്യ പ്രവണതകൾ തിരുത്തേണ്ടതാണ്, തടയേണ്ടതാണ്, അതിനെതിരെ പൊരുതേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ഒരു ഫ്യൂഡലിസത്തിൻ്റെ വലിയ സ്വാധീനമുള്ളൊരു സമൂഹമാണ് ഇന്ത്യയും കേരളം പോലും. അപ്പം കുടുംബത്തിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്തിട്ട് വരുന്ന സ്ത്രീ, ഇപ്പോൾ എബ്രഹാം മാത്യുവിൻ്റെ ജീവിത പങ്കാളി കോളേജിലെ പ്രൊഫസറാണ്. പക്ഷെ കോളേജിൽ പോയി കുട്ടികളെ പഠിപ്പിച്ചിട്ട് വരുന്ന അവർ തന്നെ വേണം എബ്രഹാം മാത്യു വീട്ടിൽ ചെല്ലുമ്പോൾ ചായ ഇട്ട് തരാൻ. ചായ കുടിച്ചു കഴിഞ്ഞാൽ പാത്രം പോലും കഴുകി വെക്കില്ലല്ലോ. ഇല്ല. അതാണ് വിജയ മാഷ് പറഞ്ഞ, അതാണ് സമൂഹത്തിൽ പുരുഷാധിപത്യമാണ്. വീട്ടിൽ വന്നാൽ പുരുഷൻ യജമാനനും സ്ത്രീ കൂലിവേലക്കാരിയും എന്നുള്ള. ഭർത്താവ് ഒരു ചായ ആസ്വദിക്കുന്നതിൽ അവർ സായുജ്യം കാണുകയാണെങ്കിൽ അതിന് സഖാവിന് എന്താണ് പ്രശ്നം? ഇത്തരത്തിലുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ ഈ മേധാവിത്വ മനോഭാവമുള്ള പുരുഷാധിപത്യ പ്രവണത ഉള്ള ഒരു പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്ഥിതി എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഒരു ഭാഗം. അവിടെ സ്വയംവിമർശനപരമായി കുറ്റബോധത്തോടു കൂടി മാത്രമേ ആ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് മാറ്റം വരുത്തണം, അതിനുവേണ്ടി ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ പാത്രം ഇപ്പം ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്, തിരക്കിട്ട് ഭക്ഷണം കഴിച്ചിട്ടും ഞാൻ കഴുകി വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ചെറിയ ജോലികൾ പറ്റി ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും അതുകൊണ്ടാണ് ഞാൻ അവിടെ വരുമ്പം ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറുന്നത്. സഖാവ് പാത്രം കഴുകുമ്പോൾ എനിക്കും അത് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അപ്പം ബാധ്യത. വറുക്കാനായിട്ടുള്ള മത്തി തിരിച്ചിടുക, അത് പോയിട്ട് ഓഫ് ചെയ്യാൻ, ഇതൊക്കെ പറ്റി എന്നോട് സ്വാതന്ത്ര്യത്തോട് പറയും, ഞാനത് ചെയ്യും. വീട്ടിൽ വരുന്ന ചില സഖാക്കൾ ഇത് കേട്ടിട്ട് ഇതെന്താ ഇത്, പിന്നെ ബേബിയോട് ഇങ്ങനെയൊക്കെ പറ്റി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചിന്തിക്കുന്നവരും ചോദിച്ചിട്ടുണ്ട്. പറ്റിയ ഗുണദോഷമുള്ളവരുണ്ട്, ഇങ്ങനൊന്നും പറയരുത്, പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്നൊക്കെ പറയാൻ. അങ്ങനെയല്ല, വീട്ടിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാനും ചെയ്യാനും. പക്ഷേ വീട്ടിലെ കാണാപ്പണികൾ പൂർണ്ണമായ തോതിൽ പങ്കുവെച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. സുനിൽ പി ഇളയിടം അത്തരത്തിലുള്ള ഒരാളാണ്, എടുത്തു പറയാം. അങ്ങനെ ഒരു കുറേ സഹാക്കളുണ്ട്. അതിൽ പ്രസിദ്ധനായ ഒരാളുടെ പേര് ഞാൻ പറയുകയാണ്. ഊഴം വെച്ച് വീട്ടിൽ മുറ്റമടിക്കുന്ന ജോലി മുതൽ പാത്രം കഴുകുന്നത്, ഒന്നോ രണ്ടോ പാത്രം കഴുകി വെക്കുന്നതല്ല, ഭാര്യയെ എല്ലാ തരത്തിലും വീട്ടിൽ അത് സഹായിക്കാൻ കഴിയും. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ജീവിതത്തിലും വ്യത്യസ്തരാണ് എന്ന് നമുക്ക് ചെറിയ തോതിലും വലിയ തോതിലും തെളിയിക്കാൻ കഴിയണം. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വയംവിമർശനപരമായി ഞാൻ ഇനിയും അക്കാര്യത്തിൽ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന സഹൃദയരായ സുഹൃത്തുക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടി ഒരു അവസരമുണ്ട്. ഈ കഥയുടെ പേര് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുകൊണ്ട് ദൈവം നടന്ന വഴികൾ എന്നായിരുന്നു. ഞാൻ അനുബന്ധമായ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ നരേന്ദ്രപ്രസാദും സഖാവ് എം.എ. ബേബിയും തമ്മിൽ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ദൈവത്തെക്കുറിച്ചൊരു തർക്കം നടന്നപ്പോൾ
നടത്തിയപ്പോൾ ഞാൻ ഒരു ദൃക്സാക്ഷിയായി ഉണ്ടായിരുന്നു. ദൈവമില്ല എന്ന് ശ്രീ ബേബി ആവർത്തിച്ചു. അപ്പോൾ നരേന്ദ്രപ്രസാദ് അങ്ങനെ ആവർത്തിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ദൈവം ഇല്ല ഇല്ല എന്ന് പറയുന്നത് താങ്കളൊരു ഏകദൈവ വിശ്വാസി ആയിരുന്നത് കൊണ്ടുള്ള ഒരു ബോധ്യത്തെ കുടഞ്ഞു കളയാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ തീർച്ചയായും താങ്കൾ ഒരു ഏകദൈവ വിശ്വാസി ആയിരുന്നു, അല്ലെങ്കിൽ താങ്കൾ വീണ്ടും ഒരു ഏകദൈവ വിശ്വാസത്തിൻ്റെ അംശങ്ങൾ താങ്കളുടെ ഉള്ളിൽ സ്ഥിരീകരിക്കപ്പെടാതെ കിടക്കുന്നു എന്ന് നരേന്ദ്രപ്രസാദ് ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അതിനുള്ള മറുപടി എന്താ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു തർക്ക വിഷയമോ ചർച്ചാ വിഷയമോ ആക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ്, പ്രപഞ്ചമാണ് ശക്തി, ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ത്യൻ ദർശനത്തിൽ അത് നീ തന്നെ എന്നുള്ള ആശയമുണ്ട്, ഇല്ലേ? അങ്ങനെ പല ആശയങ്ങളുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം മനുഷ്യനും പ്രകൃതിയുമാണ്. മനുഷ്യൻ മാത്രമല്ല, പണ്ട് മനുഷ്യനായിരുന്നു, സകലതും മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു. പക്ഷെ പ്രകൃതിയുടെ ഭാഗം മാത്രമാണ് മനുഷ്യൻ. പ്രകൃതി ഇല്ലാതെ മനുഷ്യനില്ല. അപ്പോൾ പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും അസ്തിത്വം അതിലൂന്നിക്കൊണ്ട്, ആ പാരസ്പര്യത്തിലൂന്നിക്കൊണ്ട് മനുഷ്യ സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും എങ്ങനെ സാധ്യമാവും അതിലൂന്നുക. അതിനിടയ്ക്ക് ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടവർക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യുന്നവരോട് പറയും, എൻ്റെ ബോധ്യത്തിൽ അങ്ങനെ ഒരു സർവശക്തനായ ദൈവമൊന്നുമില്ല. സർവശക്തനായ ദൈവം ഉണ്ടെങ്കിൽ ഈ ഗസയിലെ ഈ കുഞ്ഞുങ്ങളിങ്ങനെ അരിങ്കുല ചെയ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? സർവശക്തനായ ദൈവം ഉണ്ടെങ്കിൽ, എല്ലാത്തിലും ഇടപെടുന്ന, ഒരു ഇല കൊഴിഞ്ഞാൽ അതുപോലും അറിയുന്ന സർവശക്തൻ എന്നാണല്ലോ ദൈവത്തിനുള്ള നിർവചനം. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷെ അതൊരു തർക്ക വിഷയമാക്കേണ്ടതില്ല എന്ന അഭിപ്രായം. തർക്ക വിഷയമാക്കുന്നത് സമൂഹത്തിൽ സമത്വം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും സമരങ്ങൾക്കും ഇതിൻ്റെ പേരിൽ പിളർപ്പുണ്ടാക്കുക, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് തർക്ക ചെയ്ത് പിളർപ്പുണ്ടാക്കുക, അതിന് ഞാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ നിലപാട്. അപ്പോൾ ദൈവം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഇല്ലായിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് നല്ലത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിഗമനത്തോടു കൂടി അവസാനിപ്പിക്കാം ആ വിഷയം എന്ന് തോന്നുന്നു. ആ കഥയെ മുൻനിർത്തിയുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു, അത് ചോദിക്കാവുന്നതാണ്. ദൈവം നടന്ന വഴി എന്നാണ് നമ്മൾ ഈ കൃതിയുടെ പേര് പറഞ്ഞതായിരുന്നത്. ഇപ്പോൾ ബേബി സാറ് പറഞ്ഞപ്പോൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞത് താങ്കൾ ആദ്യം ഒരു ദൈവവിശ്വാസിയായിരുന്നു, പിന്നീട് അവിടെ നിന്ന് യുക്തിവാദത്തിലേക്ക് വന്നു, പിന്നെ അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റായി എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എൻ്റെ ചോദ്യം, ഒരാൾക്ക് അടിയുറച്ച ഒരു ദൈവവിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് കമ്മ്യൂണിസ്റ്റ് കൂടിയാവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. മറ്റാരെ ഉദ്ധരിക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ അഭിപ്രായം അസന്നിഗ്ധമാണ്. ഒരു മതത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നയാൾക്ക് CPIM-ൽ പ്രവർത്തിക്കാം, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് CPIM-ൽ പ്രവർത്തിക്കാം, ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക്, ഇപ്പം ഒന്നിലേറെ ദൈവങ്ങളെക്കുറിച്ചുള്ള സങ്കല്പവുമുണ്ട്, അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകാനും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരുപാട് സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. EMS ചോദ്യോത്തരങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ലെനിൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇനി കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളതാണ്. 1864 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയപ്പോൾ അവിടെ ചർച്ച ചെയ്ത ഒരു വിഷയം, ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനിൽ അംഗങ്ങളാകുന്നവർ നിരീശ്വരവാദികളായിരിക്കണമെന്ന് ഒരാൾ വാദിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ബെക്കുനിൻ എന്നാണ്, മിഖായൽ ബെക്കുനിൻ, റഷ്യൻ വിപ്ലവകാരിയാണ്. ഈ ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. മാർക്സും എംഗൽസും പറഞ്ഞു, തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ ആരൊക്കെ തയ്യാറാവുന്നോ അവർ ദൈവവിശ്വാസിയാണോ അല്ലയോ എന്നുള്ള തരംതിരിവൊന്നും കൂടാതെ തൊഴിലാളി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന ആർക്കും ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനിൽ അംഗങ്ങളാകാം. അതിൻ്റെ പേരിലാണ് ബുക്കുനിനും കൂട്ടരും ഈ ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനിൽ പുറത്തേക്ക് പോയത്. അപ്പോൾ പണ്ട് തന്നെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞൊരു വിഷയമാണത്, തീരുമാനമെടുത്ത് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല. ലെനിനോട് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു പുരോഹിതന് സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയിൽ അംഗമാകാമോ? അങ്ങനെ ആ ചോദ്യം. ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയിൽ നിന്നാണ് ബോൾഷെവിക് പാർട്ടിയായി പരിണമിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര്. ലെനിൻ പറഞ്ഞു, റഷ്യൻ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ അങ്ങനെ പുരോഹിതന്മാർ വരുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, അങ്ങനെ വന്നാൽ അവർക്ക് അംഗമാകുന്നതിനൊരു തടസ്സവും ഇല്ല എന്നാണ് ലെനിൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. എബ്രഹാം മാത്യു സാറിൻ്റെ കഥ വായിച്ചപ്പോൾ ആദ്യം തോന്നിയൊരു കാര്യം,
അത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ജീവചരിത്രത്തിൽ ഒരു അധ്യായമാകാമായിരുന്ന ഒരു ഭാഗം ഭയങ്കര കണ്ടൻസ്ഡ് ആയിട്ട് എന്ന് വെച്ചാൽ പല വരികളും കവിത പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പം ആദ്യം നിർത്തിയ വരികൾ വേറെ അർത്ഥങ്ങളിലേക്ക് വായിക്കാവുന്ന രീതിയിലുള്ള ഒരു ഘടന ആ കഥയ്ക്ക് ഫീൽ ചെയ്തു. വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം ബേബി സഖാവിനോടായിട്ടാണ്, അതിലെപ്പോഴും ഒരു സന്ദേഹിയായ ബാലനെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പള്ളിയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന അമ്മയും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന അച്ഛൻ, വരില്ല എന്ന് പറയുന്നൊരച്ഛൻ, ഇന്ത്യയെ കണ്ടെത്തൽ അധ്യായം വായിച്ചു കൊടുക്കും, അതിലെ വരികൾ പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ, സദൃശ്യവാക്യങ്ങൾ വായിക്കാനും കൊച്ചച്ഛനാവാനും ഒക്കെയും നിർബന്ധിക്കുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സാർ ഇവിടെ പറഞ്ഞ പോലെ ക്രൈസ്തവ ദർശനങ്ങളല്ല, മതം എന്നുള്ളൊരു സ്ഥാപനം അപ്പുറത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ബാലൻ്റെ സന്ദേഹങ്ങൾ എങ്ങനെയായിരിക്കാം, എങ്ങനെയാണ് അങ്ങനെ ഒരു ബാലൻ പിന്നീട് പരിവർത്തിച്ച് ഇതുപോലെ കഥയിലെ ദൈവം അവസാനം നടന്ന വഴി എന്ന് പറയുന്നത് അത് അമ്മയാണ്, അതപ്പുറത്തേക്കൊരു ദൈവമില്ല എന്ന് പറയണതിലേക്ക് എങ്ങനെയാണ് പരിണമിച്ചത്, സന്ദേഹിയായ ബാലൻ്റെ ആ ഒരു പരിണാമം എങ്ങനെയായിരുന്നു എന്നാണ് എനിക്ക് ആ കഥ വായിച്ചപ്പോൾ ഞാൻ അത്ഭുതം കൂറിയൊരു കാര്യം. അല്ല, അങ്ങനെ ഒരു സന്ദേഹിയായിരുന്നു എന്നുള്ളത് എന്നെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ്. ഒരു സന്ദേഹവും ഇല്ലാതെ എന്തിലെങ്കിലും ഇതാണ് ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത് വലിയ അബദ്ധമാണ്. തുടർച്ചയായി സന്ദേഹിയായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പോരാളിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മുടെ കാരണവരെ എല്ലാത്തിനും ഉദ്ധരിക്കുന്ന ശരിയല്ല. കാർൽ മാർക്സിനോട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമീപനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാത്തിനെയും സംശയിക്കുക, ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. എന്തിൻ്റെ അടിവേരിലേക്ക് പോവുക, അതിൻ്റെ എല്ലാ സമഗ്രതയിലും ഓരോന്നിനും നോക്കിക്കാണുക, വിമർശന വിധേയമാക്കുക. അപ്പോൾ എനിക്കെല്ലാം ക്ലിയറാണ്, എല്ലാം വ്യക്തമായി കഴിഞ്ഞു, ഇത് തന്നെയാണ് ഇത്. നമുക്ക് വ്യക്തമാവുന്ന കാര്യങ്ങളിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. പക്ഷെ അതിനെയും സംശയിക്കാനും ചോദ്യം ചെയ്യാനും ചെയ്തു. ഇത് തന്നെയാണോ ശരി, നമ്മൾ കണ്ടതുപോലെ തന്നെയാണോ കാര്യങ്ങൾ, അങ്ങനെ സംശയിക്കുക, ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു കാർൽ മാർക്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം. കാർൽ മാർക്സ് ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഇടപെട്ടുള്ളവരല്ല. മഹാത്മാഗാന്ധി സ്വയം സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകളാണ് ദാർശനികമായി. പക്ഷെ സമൂഹത്തിൽ വലിയ തോതിൽ ഇടപെട്ടിട്ടുള്ളവരെല്ലാം സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് EMS. സ്വന്തം നിലപാടിനെ അദ്ദേഹം നിരന്തരം വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദ്യം സന്ദേഹിയാകുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും സ്വഭാവമാകേണ്ടതാണ്. അപ്പം എബ്രഹാം മാത്യു എഴുത്തുകാരൻ ഒരു സന്ദേഹിയായ ബാലനായിട്ട് എന്നെ അവതരിപ്പിച്ചത് അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. എല്ലാത്തിനെ കുറിച്ച് ഞാൻ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അല്ലെ, ഞാൻ മാത്രമല്ല, കുട്ടികളെല്ലാം ചോദിക്കില്ല ഇതെന്താണ് അതെന്താണെന്നല്ലേ നമ്മളോട് ചോദിക്കുന്ന കുഞ്ഞുങ്ങൾ. അതൊരു മനുഷ്യ സ്വഭാവമാണ്. ആ സ്വഭാവത്തെ ശരിക്ക് കരിപ്പിടിപ്പിച്ചുകൊണ്ട് വരിക, ആവശ്യമുള്ള കാര്യങ്ങളിൽ സന്ദേഹിയാവുക, ഇതിലാണ് സന്ദേഹം ഉണ്ടാവേണ്ടത്, അതിലൊരു തിരഞ്ഞെടുപ്പ് വേണം. അപ്പോൾ ആ നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബാല്യ കൗമാരകാലങ്ങളിലുണ്ടായ സന്ദേഹം, അതുകൊണ്ടാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളി MC ജോസഫിനെയൊക്കെ വായിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. അവരുന്നയിച്ച ചോദ്യങ്ങളാണ് എന്നെ P ഗോവിന്ദപിള്ള പറയുന്നത് കേൾക്കുന്നതിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ ഒരു പരിണാമവും ജീവിതവും ഈ കഥയ്ക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ എബ്രഹാം മാത്യുവിനോട് നന്ദി പറയുക. താങ്ക് യു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സന്ദേഹിയായ ബാലൻ എന്നുള്ള പ്രയോഗം സന്ദേഹം മാറിയ ബാലൻ തന്നെയാണ്. ബേബി എന്ന പേര് കൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ചോദ്യം കൂടിയേ ഉള്ളൂ. KP അപ്പൻ അദ്ദേഹത്തിന് പ്രായം കൂടിയപ്പം ഉപയോഗിച്ചൊരു പ്രയോഗം, പ്രായം എന്നെ ശകാരിക്കാൻ തുടങ്ങി എന്നാണ്. താങ്കളെ പ്രായം ശകാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ജനലഴികൾ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നിട്ട് വിഷു വരും, വർഷം വരും, അപ്പോൾ ആരെന്തുമെന്നൊന്നും ആർക്കറിയാം എന്നൊക്കെയുള്ളത് മനസ്സിൽ ഓർക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞാനിപ്പോൾ ശകാരത്തിനൊന്നും വിധേയനാവുന്നില്ല. പ്രായം കൊണ്ട് കാലം വളരെ വാത്സല്യപൂർവ്വമാണ് എന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാത്സല്യക്കുറവെന്ന് ആർക്കെങ്കിലും തോന്നാവുന്നത് ഈ അകാല നര ബാധിച്ചതാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് പക്ഷെ ബാലനരയായിട്ട് കാണാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ പ്രകൃതിക്ക് മനുഷ്യൻ്റെ മേലുള്ള വിജയമാണ് നമ്മളുടെ ഈ പ്രായം ചെല്ലലും പിന്നെ നമുക്ക് നമ്മുടേതായ പല സ്വഭാവവിശേഷങ്ങളും ഓർമ്മശക്തി ഉൾപ്പെടെയുള്ളത് നഷ്ടപ്പെടുന്നതും. ഓർമ്മശക്തിക്ക് വലിയൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തെ വൈലോപ്പള്ളിയുടെ വരികൾ അല്പം ശ്രമിച്ചപ്പോൾ ഓർത്തെടുക്കാൻ പറ്റി എന്നുള്ള വിധത്തിൽ. അപ്പൻ മാഷിൻ്റെയും NN കക്കാടിൻ്റെയും ഒക്കെ
രചനകളെ മുൻനിർത്തിയിട്ട് പറഞ്ഞു. അവരൊക്കെ മഹാപ്രതിഭകളാണ്. അത്തരത്തിലൊന്നും ആലോചിക്കേണ്ട സമയം ഇപ്പോഴും എനിക്കായിട്ടില്ല എന്നാണ് അതല്ല, തീർച്ചയായിട്ടും ഞാനതല്ല ഉദ്ദേശിച്ചത്. താങ്കൾ നിരന്തരം യാത്ര ചെയ്യുന്നു, ഒരിടത്തിരിക്കാൻ സമയം കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ജീവിത അന്ത്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ വളച്ചു കെട്ടി ചോദിക്കാൻ തുടങ്ങിയത്. അങ്ങനെ തന്നെ ചിലപ്പോൾ വളച്ചു കെട്ടിയാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് വെളുപ്പാങ്കാലത്ത് 2 മണിക്കാണ് എബ്രഹാം മാത്യു ആയിട്ടുള്ള ഈ പരിപാടിയിൽ കൂടെ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എത്തിയത്. അപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് പോകുമ്പം അപ്പോൾ സഖാവെ 2 ദിവസം കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അഹമ്മദാബാദ് ലണ്ടൻ ഫ്ലൈറ്റിൻ്റെ ഗതി ഞാൻ കയറുന്ന ഈ ഫ്ലൈറ്റിനുണ്ടായില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാമെന്ന്. അപ്പോൾ എന്തൊന്നാണ് ഇപ്പം ഞാൻ നല്ല അങ്ങനെ സംഭവിച്ചാൽ അനുശോചന പ്രമേയം എഴുതുമ്പോൾ ഞാനിത് പറഞ്ഞിട്ടാണ് പോയതെന്നും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പം മരണം ഏത് സമയവും സംഭവിക്കാമെന്നുള്ള യാഥാർത്ഥ്യം കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ജീവിതാന്ത്യം എന്ന് പറഞ്ഞാൽ മരണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ജീവിത സായാഹ്നം, കുറച്ചുകൂടെ പ്രശാന്തമായ പുതിയ പുതിയ ചിന്തകളിലേക്ക് ആകൃഷ്ടനായ, പേരിൽ ബേബിയായ, ഒരുപാട് തിരിച്ചറിവുകളിലെത്തിയ ബേബി, അതാണ് ഉദ്ദേശിച്ചത്. അല്ല, മരണം ദുരന്തമൊന്നും എൻ്റെ വിഷയമേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം അതിനുത്തരം തേടുമ്പം സജീവമായ പ്രവർത്തനമൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ സാഹിത്യമൊക്കെ വായിച്ച് പാട്ടെല്ലാം കേട്ട് അങ്ങനെ ഒരു സായാഹ്ന ജീവിതം, അതിനേക്കാളും നല്ലത് അനായാസേന മരണം. ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കുള്ളൊരു മരണം, അതായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഭികാമ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഞാനൊരു മരണ സ്പർശത്തോടു കൂടി ഈ അഭിമുഖം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ ആ പേരുള്ളിടത്തോളം കാലം താങ്കൾ എന്നും ബേബി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആശംസകൾ. വളരെ സന്തോഷം.